അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും സ്വർഗം കൊണ്ട് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ അള്ളാഹു ഒരുക്കിയ സ്വർഗം എത്ര മഹത്തായതാണ്, എത്ര വലിയതാണ്, സ്വർഗീയാനുഗ്രഹങ്ങൾ എത്ര മികവുറ്റതാണ്. ആ സ്വർഗത്തിൽ ഒരു ഇടം ലഭിക്കാത്തവൻ എത്ര ഭാഗ്യദോഷിയാണ്. ഇങ്ങനെയൊക്കെ അള്ളാഹു ഔദാര്യം കനിയുന്ന സ്വർഗം ഒരു മനുഷ്യന് ഹറാമാക്കപ്പെടുക എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? അയാൾ എത്ര ഭാഗ്യദോഷിയാണ്. അല്ലാഹുൽ മുസ്തആൻ. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയുന്നത്, വാനങ്ങളെക്കാൾ ഭൂമിയേക്കാൾ വിശാലമായ സ്വർഗത്തെ അള്ളാഹു ഒരുക്കിയിട്ട് 2 കാല് കുത്താൻ ഒരു മനുഷ്യന് ആ സ്വർഗത്തിൽ ഇടം കൊടുത്തിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ ഇടം നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അയാളാണ് ഏറ്റവും വലിയ ഭാഗ്യദോഷി. അയാളാണ് ഏറ്റവും വലിയ ഭാഗ്യദോഷി. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നഊദു ബില്ലാഹ്. പിന്നെ വേറെയും ഈ ഹദീസുകളുടെ ആയത്തുകളുടെ തഫ്സീറുകളിൽ ചില ഹദീസുകൾ പണ്ഡിതന്മാർ ഉദ്ധരിച്ചത് കാണാൻ സാധിക്കും. ഞാൻ അതിൽ 2 എണ്ണമാണ് നിങ്ങളെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്.